നിങ്ങൾക്കറിയാമോ, എന്റെയൊരു അടുത്ത സുഹൃത്ത് കുറച്ചു ദിവസം മുൻപ് മമ്മൂക്കയെ നേരിൽ കണ്ടിരുന്നു. ഒരു സാധാരണ സംസാരത്തിനിടയിൽ മമ്മൂക്ക തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായൊരനുഭവം അദ്ദേഹത്തോട് പങ്കുവച്ചത്രേ. എന്റെ സുഹൃത്ത് ആ കഥ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് കേട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. അത്രയ്ക്ക് പേടിപ്പിക്കുന്ന ഒരനുഭവമായിരുന്നു അത്. എന്റെ സുഹൃത്ത് മമ്മൂക്കയിൽ നിന്ന് കേട്ട ആ സംഭവം അതേപടി ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്. മമ്മൂക്ക ഊട്ടിയിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയ സമയമായിരുന്നു അത്. ഷൂട്ടിങ്ങിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരിടം അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. ഊട്ടിയുടെ തണുപ്പും പ്രകൃതി സൗന്ദര്യവും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന സമയമായിരുന്നു അത്. അങ്ങനെയാണ് ഊട്ടി നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം അകലെ ഒരു കുന്നിൻ മുകളിലുള്ള ഒരു പഴയ ബംഗ്ലാവിൽ അദ്ദേഹം എത്തുന്നത്. ആ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി നിറയെ ഉയരം കൂടിയ മരങ്ങളും ഇടതൂർന്ന കാടുകളും പലപ്പോഴും കോടമഞ്ഞ് ആ കെട്ടിടത്തെ പൂർണ്ണമായും മൂടുന്ന ഒരു പ്രത്യേകതരം നിഗൂഢമായ അന്തരീക്ഷവുമുണ്ടായിരുന്നു. മമ്മൂക്ക പറഞ്ഞത്രേ, ആദ്യമൊക്കെ ആ സ്ഥലം കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിരു തോന്നി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതെന്ന് തോന്നിക്കുന്ന ആ കെട്ടിടത്തിന് അതിന്റേതായ ഒരു പ്രൗഢിയും പഴമയുടെ ഭംഗിയുമുണ്ടായിരുന്നു. ചുമരുകളിൽ പടർന്നുകയറിയ വള്ളിച്ചെടികളും പഴയ ശൈലിയിലുള്ള ജനലുകളും വാതിലുകളുമെല്ലാം ഒരു പ്രത്യേക ഭംഗി നൽകി. പക്ഷേ അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അനുഭവങ്ങളാണെന്ന് അപ്പോൾ അറിഞ്ഞില്ല. ആ ബംഗ്ലാവിൽ കാര്യമായിട്ട് ആളനക്കമൊന്നും ഇല്ലായിരുന്നു. പ്രായം ചെന്ന ഒരു തമിഴ് ദമ്പതികളായിരുന്നു അവിടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അവരവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. അവർക്ക് മലയാളം അത്ര വശമില്ലാത്തതുകൊണ്ട് വലിയ സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് മമ്മൂക്ക എന്റെ സുഹൃത്തിനോട് പറഞ്ഞു. അത് ഒരുതരം സമാധാനമായിരുന്നു. ഷൂട്ടിങ്ങിന്റെ ക്ഷീണത്തിൽ സ്വസ്ഥമായി ഇരിക്കാലോ എന്ന് കരുതി. പകൽ സമയം ആ ബംഗ്ലാവിന്റെ ഭംഗി ആസ്വദിക്കാനും ചുറ്റുമുള്ള പ്രകൃതിയിൽ ലയിച്ചു ചേരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷികളുടെ പാട്ടും കാടിന്റെ കുളിരും കോടമഞ്ഞിന്റെ തലോടലും എല്ലാം ആ ദിവസങ്ങളെ മനോഹരമാക്കി. എന്നാൽ സൂര്യനസ്തമിച്ച് ഇരുട്ട് പരക്കുന്നതോടെ രാത്രിയുടെ വരവോടെ ആ ബംഗ്ലാവിന് ഒരുതരം നിഗൂഢതയും ഭീകരതയും കൈവന്നു. ചുറ്റുമുള്ള കാടുകളിൽ നിന്ന് വരുന്ന അജ്ഞാത ശബ്ദങ്ങൾ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് ഉള്ളിൽ ഒരുതരം ഭയം നിറച്ചു. പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി വൈകിയാണ് മമ്മൂക്ക മിക്കപ്പോഴും ബംഗ്ലാവിൽ തിരിച്ചെത്തിയിരുന്നത്. പലപ്പോഴും ഷൂട്ടിംഗ് 12ഉം 1 മണിയുമൊക്കെ കഴിയും. അതിരാവിലെ പോയി രാത്രി വൈകി തിരിച്ചെത്തുന്ന പതിവ്. അന്നും പതിവുപോലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ സമയം രാത്രി 10 കഴിഞ്ഞിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ചുറ്റും ഒരുതരം നിശബ്ദത തളംകെട്ടി നിന്നിരുന്നു. ദൂരെ എവിടെയോ ഒരു നായ ഓരിയിടുന്ന ശബ്ദം മാത്രം. അത്താഴം കഴിച്ച് റൂമിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങാൻ കഴിയുമെന്നും കരുതി. എന്നിട്ടാണ് അദ്ദേഹം ആ ശബ്ദം കേട്ടത്. മുകളിലത്തെ നിലയിൽ അദ്ദേഹത്തിന്റെ റൂമിന് നേർമുകളിലുള്ള മുറിയിൽ നിന്ന് ആരോ ഭാരമുള്ള എന്തോ വലിച്ചിഴയ്ക്കുന്നതുപോലെ. ഒരു പഴയ തടി അലമാരയോ കട്ടിയുള്ള മേശയോ നിലത്തുകൂടി നീക്കുന്ന ശബ്ദം പോലെ. തറയിൽ നിന്ന് തട്ടിയുരുമി വരുന്ന ആ ശബ്ദം ആ നിശബ്ദതയിൽ വ്യക്തമായി കേട്ടു. ആദ്യമൊന്നും മമ്മൂക്ക അത് കാര്യമാക്കിയില്ല. ബംഗ്ലാവ് പഴയതല്ലേ, പലപ്പോഴും തടിക്ക് ശബ്ദമുണ്ടാവാം, അല്ലെങ്കിൽ കാറ്റടിച്ചതാവാം, അല്ലെങ്കിൽ എലികളോ മറ്റോ ആകാമെന്നൊക്കെ സ്വയം സമാധാനിപ്പിച്ചു. അദ്ദേഹം ഒന്ന് ചെരിഞ്ഞുകിടന്നു. പക്ഷേ ശബ്ദം തുടർന്നു. ഏകദേശം 5-10 മിനിറ്റ് ഇടവിട്ട് ആ ശബ്ദം ആവർത്തിച്ചു കേട്ടു. ഇടവിട്ടുള്ള ആ ശബ്ദം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുതരം അസ്വസ്ഥത നിറച്ചു. അനാവശ്യമായ ഒരു ഭയം ഉള്ളിലേക്ക് ഇഴഞ്ഞുകയറാൻ തുടങ്ങി. അദ്ദേഹം പതിയെ കട്ടിലിൽ നിന്നെഴുന്നേറ്റ് ജനലിനടുത്തേക്ക് ചെന്നു. പുറത്ത് കോടമഞ്ഞ് കാഴ്ച പൂർണ്ണമായും മറച്ചിരുന്നു. സ്വന്തം കൈപോലും കാണാൻ പറ്റാത്തത്ര കട്ടിയുള്ള കോടമഞ്ഞ്. എങ്കിലും നേരിയ നിലാവെളിച്ചത്തിൽ ബംഗ്ലാവിന്റെ ഭീകരമായ രൂപം അദ്ദേഹത്തിന് ഒരു വിറയലുണ്ടാക്കി എന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞു. ആ രാത്രിയിൽ ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഓരോ ശബ്ദത്തിലും അദ്ദേഹം ഞെട്ടിയുണർന്നു. സമയം കിഴക്ക് വെള്ളകീറാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഒരുതരം ആശ്വാസം ലഭിച്ചത്. പിറ്റേന്ന് രാവിലെ മമ്മൂക്ക മാനേജരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അത്രയും വലിയ ശബ്ദം താൻ മുമ്പ് കേട്ടിട്ടില്ലെന്നും എന്തോ അസ്വാഭാവികതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂക്ക, അതൊരു പഴയ ബംഗ്ലാവാണ്. ചിലപ്പോൾ അങ്ങനെ പല ശബ്ദങ്ങളും കേൾക്കാം. തണുപ്പുള്ള സ്ഥലമല്ലേ, മരങ്ങൾക്ക് ശബ്ദമുണ്ടായതാവാം, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് മാനേജർ ചിരിച്ചുവത്രേ. അദ്ദേഹമത് കാര്യമാക്കിയില്ല. മാനേജറുടെ ഈ ചിരി മമ്മൂക്കയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമായില്ല. പക്ഷേ എന്തു ചെയ്യാനാണ്, ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതുവരെ അവിടെ നിന്നല്ലേ പറ്റൂ. എങ്കിലും മമ്മൂക്കയുടെ ഉള്ളിൽ എന്തോ ഒരു ഭയം കൂടുകൂട്ടിയിരുന്നു. ആ ദിവസത്തെ ഷൂട്ടിംഗ് മുഴുവൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുതരം അസ്വസ്ഥത തങ്ങിനിന്നു. ആ അടുത്ത രാത്രിയും ഷൂട്ടിംഗ് കഴിഞ്ഞ് മമ്മൂക്ക തിരിച്ചെത്തി. മനസ്സിൽ ഒരുതരം ആശങ്കയുണ്ടായിരുന്നു. ഇന്നലെ കേട്ട ശബ്ദം ഇന്നും കേൾക്കുമോ എന്നൊരു ഭയം. പതിവ് പോലെ റൂമിൽ കയറി കിടന്നു. സമയം 12 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം.
ഇത്തവണ ശബ്ദം കൂടുതൽ വ്യക്തമായിരുന്നു, കൂടുതൽ ഉച്ചത്തിലായിരുന്നു. ആരോ മരക്കെട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന ശബ്ദം, തറയിൽ പാദങ്ങൾ ഉരയുന്ന ശബ്ദം, പിന്നെ അതേ വലിച്ചിഴക്കൽ. മമ്മൂക്കയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു. ശരീരം വിയർക്കാൻ തുടങ്ങി. പേടിച്ച് വിറച്ചു കിടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ധൈര്യം സംഭരിച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വാതിൽ പതിയെ തുറന്ന് പുറത്തിറങ്ങി. പുറത്ത് വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. ഒരു നേർത്ത നിലാവെളിച്ചം അകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. മുകളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. അവിടെ എന്താണെന്നറിയാൻ വല്ലാത്തൊരു ആകാംക്ഷ. എന്നാൽ ആ ഭയം അദ്ദേഹത്തെ പിന്നോട്ടു വലിച്ചു. അദ്ദേഹം താഴത്തെ നിലയിലെ ഹാളിൽ വെറുതെ നടന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അടുക്കളയിൽ നിന്ന് നേർത്ത ഒരു വെളിച്ചം പുറത്തേക്ക് വരുന്നു. സാധാരണ ആ സമയത്ത് ആരും അവിടെയുണ്ടാകാറില്ല. ബംഗ്ലാവിന്റെ ജോലിക്കാർ നേരത്തെ ഉറങ്ങാൻ പോകുന്നവരാണ്. മമ്മൂക്ക പതിയെ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയുടെ വാതിലിലൂടെ എത്തിനോക്കി. പ്രായം ചെന്ന ബംഗ്ലാവിലെ ജോലിക്കാരി അവിടെ നിലത്ത് കുനിഞ്ഞിരുന്ന് എന്തോ വൃത്തിയാക്കുകയായിരുന്നു. അവർക്ക് ഏകദേശം 60 വയസ്സിലേറെ പ്രായം തോന്നും. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ ഞെട്ടിച്ചുകളഞ്ഞു. നിലത്ത് ഒരു വലിയ കറുത്ത ചാക്ക് കിടക്കുന്നു. അതിൽ നിന്ന് എന്തോ ദ്രാവകം ചോർന്നുപോകുന്നു. ഒരു ഇരുണ്ട പാടുകൾ തറയിൽ പടർന്നിരിക്കുന്നു. അതിൽ നിന്ന് ചോരയുടെ ഗന്ധം പോലും അദ്ദേഹത്തിന് മണക്കാൻ കഴിഞ്ഞുവെന്ന് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു. ജോലിക്കാരി ഇടയ്ക്കിടെ ഭയത്തോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ഓരോ ചെറിയ ശബ്ദത്തിനും അവർ ഞെട്ടിത്തിരിയുന്നു. മമ്മൂക്കയുടെ കണ്ണുകൾ വിടർന്നു. ശരീരം തണുത്തുറഞ്ഞുപോയി. എന്താണ് കണ്ടതെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാലുകൾക്ക് ബലമില്ലാതെ അദ്ദേഹം പതിയെ റൂമിലേക്ക് തിരിച്ച് നടന്നു. മനസ്സിൽ 1000 ചോദ്യങ്ങൾ. അവർ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് അവർക്കിത്ര ഭയം? ആരാണ് ആ ചാക്കിൽ? ഭയം കാരണം ആ രാത്രിയിലും അദ്ദേഹത്തിനൊട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലരും വരെ അദ്ദേഹം റൂമിന്റെ മൂലയിൽ ഭയന്നു വിറച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ മമ്മൂക്ക മാനേജരെ വിളിച്ച് താൻ കണ്ട കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം മാനേജരുടെ മുന്നിൽ പൊട്ടിത്തെറിച്ചു. ഇനി ഒരു നിമിഷം പോലും എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല. ഇത് സാധാരണ ഒരു ശബ്ദമല്ല. ഞാൻ കണ്ട കാഴ്ച നിങ്ങൾ വിശ്വസിക്കണം എന്ന് അദ്ദേഹം ദേഷ്യത്തിൽ പറഞ്ഞു. ആദ്യമൊക്കെ മാനേജർ വിശ്വസിച്ചില്ല. മമ്മൂക്ക, നിങ്ങൾക്ക് തോന്നിയതാവാം. അവർ വളരെ നല്ലവരാണ്, പാവങ്ങളാണ്. അവരെങ്ങനെ ചെയ്യില്ല, അദ്ദേഹം പറഞ്ഞു. പക്ഷേ മമ്മൂക്കയുടെ വാക്കുകളിലെ ദൃഢത കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. അവരിരുവരും ചേർന്ന് ഉടൻ തന്നെ ബംഗ്ലാവ് ഉടമയെ ബന്ധപ്പെട്ടു. കാര്യങ്ങൾ വിശദമായി കേട്ട ഉടമ ഞെട്ടിപ്പോയി. അദ്ദേഹം ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കാൻ മാനേജരോട് ആവശ്യപ്പെട്ടു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായില്ല. എന്നാൽ മമ്മൂക്കയുടെ ദൃഢമായ മൊഴി കേട്ടപ്പോൾ അവർ അടുക്കളയിലേക്ക് നീങ്ങി. അടുക്കളയിലെ ആ കറുത്ത ചാക്കും അതിൽ നിന്ന് ചോരവാർന്ന പാടുകളും അവർ കണ്ടെത്തി. ജോലിക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകാൻ കഴിഞ്ഞില്ല. അവരുടെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു, കൂടാതെ പരിഭ്രാന്തിയും. അവസാനം പോലീസ് അവരുടെ റൂമുകൾ പരിശോധിച്ചു. അവിടെ നിന്ന് കണ്ടെത്തിയത് മമ്മൂക്കയെയും പോലീസുകാരെയും ഒരുപോലെ ഞെട്ടിച്ചുകളഞ്ഞു. അടുക്കളയിലെ അതേപോലെയുള്ള കൂടുതൽ കറുത്ത ചാക്കുകൾ. അതിൽ നിന്ന് പുറത്തെടുത്തത് മനുഷ്യശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. വർഷങ്ങളായി ആ ബംഗ്ലാവിൽ തുടർച്ചയായി ആളുകൾ താമസിക്കാൻ വരികയും പിന്നീട് അപ്രത്യക്ഷരാകുകയും ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഈ ദമ്പതികൾക്ക് പുറമെ ഒരു വലിയ സംഘം തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. ബംഗ്ലാവിന്റെ വിജനമായ അന്തരീക്ഷം മുതലെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ വരുന്നവരെ കൊലപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. മൃതദേഹങ്ങൾ അവർ അതിവിദഗ്ധമായി ആ ബംഗ്ലാവിന്റെ രഹസ്യ അറകളിലും പുറത്ത് കാടിന്റെ ഉള്ളിലെ ആഴമുള്ള കിണറുകളിലും ഒളിപ്പിച്ചിരുന്നു. ഒരുപക്ഷേ ആ ബംഗ്ലാവിന്റെ ഓരോ ചുവരുകൾക്കും പറയാൻ ധാരാളം മരണകഥകൾ ഉണ്ടാകുമായിരുന്നു. രാത്രി മമ്മൂക്ക കേട്ടിരുന്ന ശബ്ദങ്ങൾ മൃതദേഹങ്ങൾ വലിച്ചിഴയ്ക്കുന്നതിന്റെയും ഒളിപ്പിക്കുന്നതിന്റെയും ശബ്ദങ്ങളായിരുന്നുവെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു. അദ്ദേഹം താമസിച്ചിരുന്ന മുറിയുടെ മുകളിലുള്ള മുറിയിൽ അവർ സാധാരണയായി മൃതദേഹങ്ങൾ സൂക്ഷിക്കുകയും പിന്നീട് അത് കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ വലിച്ചിഴയ്ക്കുകയും ചെയ്യുകയായിരുന്നു. അതാണ് മമ്മൂക്ക കേട്ട ആ ഭയാനകമായ ശബ്ദങ്ങളുടെ യഥാർത്ഥ കാരണം. ഈ സംഭവം മമ്മൂക്കയെ വല്ലാതെ ഞെട്ടിച്ചുകളഞ്ഞു എന്ന് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു. ദിവസങ്ങളോളം അദ്ദേഹത്തിന് ഒന്നുറങ്ങാൻ പോലും കഴിഞ്ഞില്ലത്രേ. ആ കാഴ്ചകളും ശബ്ദങ്ങളും അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി. ഭക്ഷണം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് ആ ബംഗ്ലാവ് പോലീസ് സീൽ ചെയ്യുകയും ഇത് ഒരു കൊലപാതക പരമ്പരയ്ക്ക് ഉപയോഗിച്ചതുകൊണ്ട് അത് പൊളിച്ചുമാറ്റാൻ ഉത്തരവിടുകയും ചെയ്തു. മമ്മൂക്ക കണ്ട ആ കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ നടുക്കമായി ഇന്നും അവശേഷിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേടിപ്പിക്കുന്ന അനുഭവമായിരുന്നു അത്. ഒരുപക്ഷേ ആ സമയത്ത് മമ്മൂക്ക അങ്ങനെയൊരു തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിൽ
ഒരുപക്ഷേ അദ്ദേഹവും ആ ദുരൂഹതയുടെ ഇരയായേനെ. എന്റെ സുഹൃത്ത് ഈ കഥ എന്നോട് പറയുമ്പോൾ എന്റെ ശരീരം തണുത്തുറഞ്ഞുപോയിരുന്നു. നിങ്ങൾക്കുമിപ്പോൾ ആ ഭയം തോന്നിയില്ലേ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. സൂക്ഷിക്കുക, നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തും ഒരുപക്ഷേ ഇത്തരം നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. എന്തു പറയുന്നു, ഈ കഥ നിങ്ങളെ ഞെട്ടിച്ചുവോ?